ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചക്കപ്പായസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ? വരും, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ചക്കപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ചക്ക ഒരു 1/2 കിലോ ചുള ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് മടലാക്കി കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കുറേശ്ശെയായിട്ട് ഞാൻ 2 ട്രിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൽ അരയ്ക്കുമ്പോൾ തേങ്ങയുടെ 2 പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് അരച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം പാവ് കാച്ചിയെടുക്കാം. അതിനൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെല്ലം ഒരു 300 ഗ്രാം വെല്ലമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാവ് കാച്ചിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വെല്ലമൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അരിച്ചിട്ടൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ച് അത് സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചേർത്തി ഇളക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുത്താൽ മതി കേട്ടോ. കാരണം കൂടുതൽ തീയായ അടി കട്ട പിടിച്ചു പോകും. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് 2 പാലും കൂടെ ചേർത്തി ഒഴിച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്കിതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുണ്ട്, നല്ലൊന്ന് വരണ്ടി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആവുമ്പോൾ നമുക്ക് അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ വെല്ലപ്പാവ്, അതൊഴിക്കാം. കാരണം അരിച്ചിട്ട് ഒഴിക്കണം. ഇതിൽ ചിലപ്പോൾ കല്ലുണ്ടാകും, ചെറിയ ചെറിയ കല്ലുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പാവ് കാച്ചിട്ട് അരിച്ചിട്ട് മാറ്റി വെച്ചത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം, അടി പിടിക്കാതെ ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായ് പൊടിച്ച് വെച്ചാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതും കൂടി ചേർക്കാം. ഇതൊരു കട്ടി പരുവാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടി പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. എനിക്കിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടിപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഒന്ന് ഒരു തിള വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഇവിടെ ഒന്ന് ഇളക്കി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിന് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങക്കൊത്ത് അത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്നട്ട് അതൊരു കുറച്ച് ഒരു 10-15 എണ്ണം കേട്ടോ. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ കിസ്മിസും കൂടി ഇടാം. ഇതെല്ലാം 3ഉം കൂടെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്ത് നമുക്ക് ആ പായസത്തിലേക്ക് കൊട്ടാം. എല്ലാം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് കൊട്ടിയിട്ട് ഇത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഈ നെയ്യൊക്കെ പായസത്തിൽ പിടിക്കുന്നവരെ ഒന്ന് ചേർത്ത് ഇളക്കാം.
അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ചക്ക പായസം. എല്ലാവരും ഇത് മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.